എല്ലാവർക്കും നല്ല നമസ്കാരം. ദാ കിടക്കുന്ന പിറകിൽ വെള്ളം. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്മോസ് ക്ലബ്ബിലെ നീന്തൽ കുളത്തിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. കണ്ട, എൻ്റെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരൻ, ആൾ നിസ്സാരക്കാരനല്ല. തൃശ്ശൂർ നടന്ന 8ാമത് പാര സ്വിമ്മിങ് കോമ്പറ്റീഷനിൽ വലിയ ട്രോഫികൾ നേടി നാഷണൽ മത്സരത്തിന് വേണ്ടി ക്വാളിഫൈ ചെയ്തിട്ടുള്ള നമ്മുടെ അർജുനോടൊപ്പം, അർജുൻ്റെ മാതാപിതാക്കളോടൊപ്പം, അച്ഛൻ്റെ അമ്മയോടൊപ്പം, ഒപ്പം അർജുൻ്റെ എല്ലാം രാജീവ് എന്ന് പറയുന്ന നമ്മുടെ നീന്തൽ പഠിപ്പിച്ച മാഷോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം, ഗിഫ്റ്റഡ് സൺസ് എന്ന് വേണം ഇവരെ പറയാം. പ്രത്യേക കഴിവുകളുള്ള കുട്ടിയാണ് നമ്മുടെ അർജുൻ, നമ്മുടെ കൊച്ചനുജൻ. ആ പയ്യൻ പ്രയത്നത്തിലൂടെ, പരിശ്രമത്തിലൂടെ തൻ്റെ വൈകല്യങ്ങളെല്ലാം മാറ്റി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ചാമ്പ്യൻഷിപ്പിന് ഒരുങ്ങുന്നതോടൊപ്പം തന്നെ 14 വയസ്സ് കാറ്റഗറിയിൽ ചാലക്കുടി ഉപജില്ല നീന്തൽ മത്സരത്തിൽ, സ്കൂളുകളുടെ നീന്തൽ മത്സരത്തിൽ അർജുൻ പങ്കെടുത്തു. 8ാം ക്ലാസ്സുകാരുടെ കൂടെയാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അർജുൻ പങ്കെടുത്തത്. അതിലും അർജുന് സമ്മാനമുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാലക്കുടിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അർജുനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? നമുക്ക് അർജുൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. എന്നോട് ഇവന് ഫിസിക്കലായിട്ടൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോൾ രാജീവ് സാറാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് അവന് മത്സരത്തിന് ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ ഒറ്റ നിർദ്ദേശത്തിലാണ് പിന്നെ അങ്ങനെ മുന്നോട്ട് പോയത്. ആദ്യമായിട്ട് നീന്തുമ്പോൾ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ പേടിയും അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പോൾ എങ്ങനെയാണത്? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? വെള്ളത്തിൽ ഇറങ്ങാൻ അവന് പേടിയുണ്ടായിരുന്നില്ല, പക്ഷേ പഠിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ സമയമെടുത്തു. എത്ര നാൾ കൊണ്ട് പഠിച്ചു ആൾ? ഒരു 3-4 മാസം എടുത്തു ശരിക്കും പഠിക്കാനായിട്ട്. അർജുന് നീന്താനായിട്ട് ആദ്യം വെള്ളത്തിലിറങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നീന്തി തുടങ്ങിയപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല നീന്താനായിട്ട്. ഇപ്പം നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പ്രൈസും കൂടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിപ്പോൾ ഈ ഇവിടെ കോസ്മോസിൽ വന്നാണോ ഈ നീന്തൽ, ഇവിടെ വന്നിട്ടാണോ ഈ നീന്തൽ പഠിച്ചത്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്? അതെ, അതിന് മുന്നേ വേറെ എവിടെയും പോയിട്ടില്ല, മാസ്റ്റർ തന്നെ വന്ന് പഠിച്ചത്. ഈ ഇവിടുത്തെ ഉള്ള ഈ സ്വിമ്മിംഗ് പൂൾ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും അർജുൻ? നമ്മൾ കഴിഞ്ഞ 20-ാം തീയതി തൃശ്ശൂർ പാരാ സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പ്രൈസ് കിട്ടി. ഇപ്പോൾ ഈ ജലാശയങ്ങൾ, മറ്റു സംഭവങ്ങൾ അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അർജുന് നീന്താനോ? അവിടെ വീട്ടിലൊരു കുളമുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ അവൻ പറയും അതിലേക്കൊക്കെ ഇറങ്ങാന്ന് അങ്ങനെ പറയും. നമുക്ക് പേടിയാണ് അങ്ങനെ കുളത്തിലേക്കൊക്കെ ഇറക്കാനായിട്ട് പേടിയാണ്. അർജുന് ഒരു എക്സർസൈസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ക്ലബ്ബിൽ വരുന്നത്. അവിടെ ഫിസിയോ സെൻ്ററിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ ആദ്യമൊക്കെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അർജുന. പിന്നെ അർജുൻ ഞങ്ങളോട് നന്നായിട്ട് ഇണങ്ങി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. നീന്തൽ പഠിച്ചെടുക്കാൻ ഏകദേശം ഒരു 3-4 മാസം എടുത്തെങ്കിലും പിന്നീട് അർജുന നമുക്ക് നന്നായിട്ട് എന്ത് പറഞ്ഞാലും അർജുൻ ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉദിച്ചു, ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള കുട്ടികളെങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവരെ നീന്തൽ മത്സരങ്ങൾക്ക് ഇറക്കണം. ശരിക്കും പറഞ്ഞാൽ മാഷ്ക്ക് അത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഇങ്ങനെയുള്ള. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കുട്ടികളെ നീന്തൽ പരിശീലനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിലൊക്കെ മെഡൽ വരെയും വന്നിട്ടുണ്ട് നമുക്ക്. പക്ഷേ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. കാരണം ഈ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ അർജുനെ സാധിപ്പിച്ചത് തന്നെ വളരെ വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നു. അർജുൻ നന്നായിട്ട് നീന്തി. അവിടെ അന്ന് തൃശ്ശൂർ നടന്ന മത്സരത്തിൽ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടി അർജുനാണ്. ഈ തൃശ്ശൂർ നടന്ന മത്സരം ഏതായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ഇത് പാരാ സ്വിമ്മിങ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് പാരാ ഒളിമ്പിക്സിലാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയേക്കുന്നത്. അപ്പോൾ ഇവരുടെ വിഭാഗത്തിൽ സ്വിമ്മിങ്ങിനും നമുക്കൊരുപാട് ചാൻസുകളുണ്ട്. അർജുൻ ഇപ്പോൾ 12 വയസ്സായിട്ടുള്ളൂ. അർജുൻ അന്ന് അവിടെ മത്സരിച്ചത് 14 വയസ്സായിട്ടുള്ള കുട്ടികളോടൊപ്പമാണ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ, അന്ന് അവിടെ മത്സരിച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി അർജുനായിരുന്നു. അതിൽ 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഫസ്റ്റ് പ്രൈസും 100 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ സെക്കൻഡ് പ്രൈസും ലഭിച്ച് 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ഗോവയിൽ നടക്കുന്ന ദേശീയ പാരാ സ്വിമ്മിങ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട്, കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അർജുന് ഇപ്പം സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അർജുൻ എന്തായാലും 18-ാം തീയതി ഗോവയ്ക്ക് പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം മാഷിൻ്റെ പരിശീലനം? ഒപ്പം പരിശീലനമുണ്ട്, എല്ലാ ദിവസവും വരുന്നുണ്ട് ഇപ്പം മുടങ്ങാതെ. ഇന്നിപ്പോൾ മത്സരം കഴിഞ്ഞിട്ടും അർജുൻ വൈകുന്നേരം വീണ്ടും വന്നേക്കാണ്. അർജുനെ മാഷ് പരിശീലിപ്പിക്കുമ്പോൾ മാഷ്ക്ക് ഏറ്റവും കൂടുതൽ ഉള്ള അനുഭവങ്ങൾ എന്തായിരുന്നു ശരിക്കും? അർജുന നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അർജുനോട് ആദ്യം നമ്മൾ ഇണങ്ങി നിൽക്കേണ്ട വരും. കാരണം അർജുന് വെള്ളത്തിലിറങ്ങി, അർജുൻ വെള്ളത്തിലിറങ്ങാൻ പേടിയില്ല, പക്ഷേ തലമുക്കാൻ അർജുന് പേടിയായിരുന്നു. തലമുക്കാനും ഫ്ലോട്ട് ചെയ്ത് കിടക്കാനൊക്കെ അർജുന് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരുപാട് സമയം എടുത്തു. പക്ഷെ നമ്മൾ അർജുൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്കും
അർജുൻ്റെ കൂടെ ഇടപഴകാൻ കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മളിപ്പോൾ സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ അവൻ ചിലപ്പോൾ ഫ്ലോട്ടിങ്ങും ഗ്ലൈഡിങ്ങും ഒക്കെ തുടങ്ങും. പക്ഷെ അർജുന നമുക്ക് കുറച്ച് സമയം എടുക്കേണ്ട വന്നെങ്കിലും പിന്നെ എനിക്കിവിടെ കൂടി ഉണ്ടായിരുന്ന എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അർജുൻ്റെ മാതാപിതാക്കളാണെങ്കിൽ അതിനു വേണ്ടി അവരെല്ലാ ദിവസവും മുടങ്ങാണ്ട് അർജുനെ നമ്മുടെ ക്ലബ്ബിൽ കൊണ്ടുവരാനുള്ള താല്പര്യം കാണിക്കലാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അങ്ങനെ രണ്ടു കൂട്ടരുടെയും മനസ്സ് എല്ലാം ഒന്നായപ്പോൾ അർജുൻ നന്നായിട്ട് നീന്തൽ പഠിച്ചു. ഇപ്പോൾ അർജുൻ ഒരു നാഷണൽ ലെവലിൽ ശരിക്കും നമ്മുടെ സാധാരണ ഒരു കുട്ടി പങ്കെടുത്താൽ കിട്ടുന്ന അതേ സർട്ടിഫിക്കറ്റും അതേ വാല്യൂ ആണ് പാരാ സ്വിമ്മിങ് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുത്താൽ അർജുനും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ചാലക്കുടിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഇത്തരത്തിലുള്ളൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നതും സമ്മാനം വരുന്നതും. കൂടാതെ ഇന്ന് ചാലക്കുടി സബ് ജില്ലാ നീന്തൽ മത്സരത്തിൽ അർജുൻ പങ്കെടുത്തു. അതിൽ 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ 1ാം സ്ഥാനം കിട്ടി, 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ 2ാം സ്ഥാനം കിട്ടി. അർജുൻ തൃശ്ശൂർ ജില്ലാ സ്റ്റേറ്റ് സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ 4-5 ദിവസങ്ങളിൽ ഒക്ടോബർ 4-5 ദിവസങ്ങളിൽ നടക്കുന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പിലും അർജുന് പങ്കെടുക്കാനായിട്ട് അവസരം ലഭിച്ചു. അപ്പോൾ ആള് നിസ്സാരക്കാരനല്ല, സംഭവങ്ങൾ ഇനിയും വളരും. എന്തായാലും ഒളിമ്പിനാവും. 6ാം ക്ലാസ്സിലാണ് അർജുൻ പഠിക്കുന്നത്. ഇന്നും അർജുൻ നീന്തിയത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടാണ്. 14 വയസ്സാണ് അണ്ടർ 40 കാറ്റഗറി, അർജുന് 12 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആ 2 വയസ്സിൻ്റെ വ്യത്യാസവും സ്വിമ്മിങ്ങിൽ വളരെ വലിയ വ്യത്യാസമാണ് സമയങ്ങൾ വരുമ്പോഴും. അപ്പോൾ അതും അർജുന് വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഇനിയുള്ള കാലം അങ്ങോട്ട് മുന്നോട്ട് അർജുനെ ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ട്, അപ്പോൾ നമുക്ക് എല്ലാവരും നല്ലൊരു സപ്പോർട്ട് വേണം. അർജുന നല്ലൊരു രീതിയിൽ നല്ലൊരു സിമ്മറാക്കി മാറ്റണം ആണ് എൻ്റെ ആഗ്രഹം. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേക നീന്തൽ കോച്ചിങ്ങോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മറ്റ് പേഴ്സണാലിറ്റി, വ്യക്തിത്വ വികസനം, മറ്റു കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ മറ്റു കാര്യങ്ങളോ സാധ്യമാകും, അതിനുവേണ്ടിയൊരു ശ്രമം നടത്തുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ നിംബർ പോലുള്ള ആശുപത്രികൾ ഈ അക്വ ഫിസിയോതെറാപ്പി ഒരുപാട് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ കുട്ടികൾക്ക് അവർ പറയുന്നത് അവർക്ക് നല്ല മാറ്റം, ഇപ്പോൾ അർജുന തന്നെ നല്ല മാറ്റമുണ്ട്. പണ്ട് അർജുന ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരോടും മിണ്ടാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഏതൊരു വ്യക്തി ഇപ്പം നീന്താൻ വന്നാൽ അർജുന ആദ്യം അവരോട് പേര് ചോദിക്കും, അവരോട് കമ്പനിയാവും, അവരെ അർജുൻ നീന്തിക്കും, വാ എന്നും പറഞ്ഞ് അർജുൻ കൊണ്ടുപോകും. അത് ശരിക്കും ഇവിടെ വന്നാൽ അറിയാൻ പറ്റും. അപ്പോൾ അത് അർജുന് മാറ്റായി, എല്ലാവരോടും പരിചയപ്പെടും അർജുൻ. ഇപ്പം നമ്മൾ അർജുനോട് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കുക, ഒരു പുതിയ കൊച്ചിന് ഒന്ന് ഫ്ലോട്ടിങ് എന്താണ് അർജുനെന്ന് കാണിച്ചു കൊടുത്താൽ അർജുൻ അത് വ്യക്തമായിട്ട് അവനെ കാണിച്ചു കൊടുക്കാനും കൂടി അർജുൻ മനസ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അർജുനൊരു നല്ല മാറ്റമുണ്ട്. അത് അർജുൻ്റെ ഒരു നല്ല വ്യത്യാസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മാഷ എങ്ങനെയുണ്ട്? സൂപ്പർ. മാഷാണോ നീന്തൽ പഠിപ്പിച്ചത്? എങ്ങനെയുണ്ടായിരുന്നു ആൾ നീന്തൽ പഠിച്ചപ്പോൾ? പേടിയുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ? വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിയുണ്ടായില്ല? പിന്നെ ഇനി എവിടം വരെ പോകണമെന്നാണ് അർജുന ആഗ്രഹം? ഒളിമ്പിക്സാണോ? ഒളിമ്പിക്സിൽ പങ്കെടുക്കണം. യെസ്, ഒളിമ്പിക്സിൽ പങ്കെടുക്കും. അർജുന എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരെയാണ്. നാഷണൽ മാത്രമല്ല, ഒളിമ്പ്യൻ അർജുൻ എന്ന പേരിലായിരിക്കും ഇനി അർജുൻ അറിയപ്പെടാനായിട്ടുള്ള അർജുൻ്റെ പരിശ്രമം എത്തിച്ചേരുക. ഒളിമ്പ്യൻ